ഇൻസ്പെക്ടർ ഋഷി എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഉണ്ട്. ഒരു ക്രൈമായിട്ട് ബന്ധപ്പെട്ട് കാട്ടിനുള്ളിലുള്ള ഒരു കേവിൽ ഒരു അന്വേഷണ സംഘം എത്തുന്നു. ഒരു 4 പേരുണ്ട്. അപ്പോൾ ഈ കേവിൽ കുറേ അധികം വഴികളുണ്ട്. അപ്പോൾ അന്വേഷണം കുറച്ചും കൂടി വേഗത്തിലാക്കാൻ വേണ്ടി 2 വഴിയായിട്ട് പിരിയുക, 2 ഗ്രൂപ്പായിട്ട് പിരിയുക. അപ്പോൾ ഒരു വഴിയിൽ ഇവിടെ പോകുന്നത് ഇൻസ്പെക്ടർ ഋഷിയും കൊളീഗ് ചിത്രയുണ്ട്. ഇവരിങ്ങനെ നല്ലൊരിട്ടാണ്, കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ട്. ഇവരിങ്ങനെ പോകുമ്പോൾ ഋഷി ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ചിത്ര ക്ലോസ്ട്രോഫോബിയുള്ള ഒരാളാണ്. അവൾക്ക് വഴി നഷ്ടപ്പെട്ടു പോവാണ്. അവൾക്ക് മുന്നിൽ ആരുമില്ല. അപ്പോൾ അവൾ ഒച്ചത്തിൽ ചോദിക്കുന്നുണ്ട്, സാർ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഋഷി പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഫോളോ മൈ വോയിസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വോയിസ് പിന്തുടർന്നാണ് അവൾ വഴി തിരിച്ചെടുക്കുന്നത്. എന്താ ഗോസ്പലിൽ ഈശോ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വയം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു എന്ന്. ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കാം ഈ ദിവസങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വലിയ വലിയ വാർത്തകളും വിവാദങ്ങളൊക്കെ ആയി മാറുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരായ നമ്മൾക്ക് പലപ്പോഴും ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏത് സ്റ്റാൻഡ് എടുക്കും എന്നൊക്കെ ഒരു കൺഫ്യൂഷനുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈശോയുടെ സ്വരം ശ്രവിക്കുക. ഈശോയുടെ സ്വരം എങ്ങനെ മനസ്സിലാക്കും? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഇഷ്യൂവിൽ ഈശോ എന്ത് സ്റ്റാൻഡായിരിക്കും എടുക്കുക? അങ്ങനെയാണ് ഈശോയുടെ സ്വരം നമ്മൾ മനസ്സിലാക്കി. ഈശോ ആണെങ്കിൽ എന്ത് സ്റ്റാൻഡ് എടുക്കും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോളോ ഹിസ് വോയിസ്.